ഹലോ, അപ്പോൾ ഇതാ ഞങ്ങളുടെ തൊട്ടടുത്ത അംഗനവാടിയിൽ ഇന്ന് നമ്മുടെ ഓണത്തിൻ്റെ സെലിബ്രേഷൻ നടക്കുകയാണ് കേട്ടോ. ഓണം സെലിബ്രേഷനാണെന്ന്. അപ്പോൾ എല്ലാവരും കേട്ടോ കുട്ടികളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു പരിപാടി കേട്ടോ. ഗെയിമൊന്നല്ല, ഒരു മത്സരമോ അല്ല, അവരൊന്ന് സന്തോഷിപ്പിക്കാനോ എന്ന് കരുതിയിട്ട്. ഓണക്കാകുമ്പോൾ ഒന്ന് കളർഫുൾ ആവണ്ടേ അല്ലേ? അപ്പോൾ അങ്ങനെ അവർക്ക് മിഠായി പെറുക്കലാട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർട്ട് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഒക്കെ പെറുക്കി കൈ പിടിച്ചു കേട്ടോ. അതിനുശേഷം എന്താ ഇത് ഒരു കൊച്ചു കിട്ടിയാട്ടോ, ഇവൾ അംഗനവാടിയിലെ ദിവ്യയാണ്. പിന്നെ അതിനുശേഷം ഇതാ ഒരു കസാരപ്പടി ആരംഭിച്ചു. റൗണ്ടൊക്കെ ആയപ്പോഴേക്കും നല്ല സ്പിരിറ്റായിട്ട്, ഗെയിമിൻ്റെ സ്പിരിറ്റ് പോലെ തന്നെ അവർ നന്നായിട്ട് ഓടിയിട്ടോ. പിന്നെ ലാസ്റ്റ് റൗണ്ടിൽ ഈ കുഞ്ഞു മണികളാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ സുന്ദരിക്ക് പൊട്ടുത്തലായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് ഞാനും പങ്കെടുത്തു. ഇതൊക്കെ വലിയ ഒരു സന്തോഷമല്ലേ. ആദ്യമായിട്ടാണ് സുന്ദരിക്ക് പൊട്ടുത്തൽ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത്. മത്സരങ്ങളിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. പിന്നെ ആദ്യമായിട്ടാണെങ്കിലും ഞാൻ തന്നെയാണ് അതിൽ വിന്നറായത് കേട്ടോ. ഞാൻ തന്നെയാണ് സത്യത്തിൽ നേരെ കുത്തിയിട്ടുള്ളത്. പിന്നെ ഒരുപാട് അമ്മമാർ അതിൽ പങ്കെടുത്തു കേട്ടോ. അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാകുമ്പോൾ നമ്മളൊക്കെ പങ്കെടുക്കണ്ടേ അല്ലേ? ഒരു ബാല്യകാലത്തിലേക്കുള്ളൊരു തിരിച്ചു പോക്കാണ്. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അത് ആ സദ്യ കൊണ്ടു വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് അവിടെ ഉണ്ടാക്കിയ സദ്യയല്ല, ഓരോ വീട്ടിൽ നിന്നും ഓരോരുത്തർ കൊണ്ടുവരിക കേട്ടോ, ഓരോ വിഭവം. അങ്ങനെ എല്ലാവരും കൂട്ടിയിരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ആദ്യം കുഞ്ഞും മക്കൾക്കാണ് കേട്ടോ ആദ്യം കൊടുത്തത്. അതിനുശേഷം അമ്മമാരും അവിടെ വന്നിട്ടുള്ള മറ്റാൾക്കാർക്കൊക്കെ ഭക്ഷണം കൊടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യത്തെ ഓണാഘോഷം തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ഓണം കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ ഫോളോ